ബാക്ക് ടു ടീച്ച് ഫ്രം ഹാർട്ട്. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്ററായ റെസിസ്റ്റൻസ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അതിലെ 2ാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ബ്രിട്ടീഷുകാർ ഇവിടെ ആധിപത്യം ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ രാജ്യത്ത് ആധിപത്യം ഉറപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഗോത്രവർഗ്ഗക്കാരോടും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് ജനതയോടും കൃഷിക്കാരോടും ഒക്കെ കാണിച്ചു കൂട്ടിയ, അതായത് നമ്മളോട് അവർ കാട്ടിയ ദ്രോഹങ്ങളെക്കുറിച്ചും അതിനെതിരെ നടന്ന ലഹളകളെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി. അതായത് അവർക്കിഷ്ടമുള്ള കൃഷികൾ ചെയ്യാൻ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇവിടെ ഇന്ത്യയിലുള്ളവരെ പ്രേരിപ്പിച്ചതിനെക്കുറിച്ചും അങ്ങനെ നമ്മുടെ നെയ്ത്തുകാരും അതുപോലെ കർഷകരും മറ്റ് കരകൗശല ജോലിക്കാരും ഗോത്രവർഗ്ഗക്കാരുമെല്ലാം ജീവിക്കാൻ കഴിയാതെ പൊറുതിമുട്ടുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അങ്ങനെ എന്ത് ചെയ്യുകയാണ്, അവിടെ നിന്നും കലാപങ്ങളിലേക്ക് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ തിരിയുന്നതിനെക്കുറിച്ച് ആണ് നമ്മൾ പഠിച്ചത്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി എന്ത് ചെയ്യുന്നു, ഗോത്രവിഭാഗക്കാരും മറ്റുള്ളവരും എല്ലാം തന്നെ എന്ത് ചെയ്യുകയാണ്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ തിരിയുന്നതാണ് നമ്മൾ പഠിച്ചത്. അതുപോലെ എന്താണ് സാന്താൾ റിബല്യനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ദ റിബല്യൻസ് ഇൻ കേരള, നമ്മുടെ കേരളത്തിൽ ഉണ്ടായ കലാപങ്ങളെക്കുറിച്ചാണ്. ഇതിനോടനുബന്ധിച്ച് നമ്മുടെ കേരളത്തിലുണ്ടായ കലാപങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. റിബല്യൻസ് ഇൻ കേരള. പഴശ്ശി റിവോൾട്ട് വാസ് വൺ ഓഫ് ദ മേജർ റിവോൾട്ട്സ് ഓഫ് കേരള. നമ്മുടെ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശി സമരങ്ങൾ. ദ ബ്രിട്ടീഷ് ലിഫ്റ്റഡ് പഴശ്ശിരാജാസ് റൈറ്റ് ടു കളക്ട് ടാക്സസ് ഫ്രം കോട്ടയം ഇൻ നോർത്ത് മലബാർ. വടക്കേ മലബാറിലെ കോട്ടയം ഭാഗത്തൊക്കെ നിന്നുള്ള നികുതി പിരിക്കുന്നതിൽ ആരിടപെട്ടതാണ്? പഴശ്ശിരാജയായിരുന്നു എന്ത് ചെയ്തിരുന്നത്, അവിടുത്തെ നികുതി പിരിച്ചിരുന്നത്. അതിനുള്ള അവകാശം ബ്രിട്ടീഷുകാർ തടഞ്ഞതാണ് പഴശ്ശിരാജയെ ആർക്കെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചത്? ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചത്. ദിസ് വാസ് ദ ഇമ്മീഡിയറ്റ് കോസ് ഫോർ പഴശ്ശിരാജാസ് റിവോൾട്ട്. ഇതായിരുന്നു പഴശ്ശിക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, പെട്ടെന്ന് പ്രകോപിതനാവാനുള്ള കാരണം. ഹീ ലെഡ് എ ഗറില്ല വാർ എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ് ഇൻ ദ ഫോറസ്റ്റ് ഓഫ് വയനാട്. അദ്ദേഹം അങ്ങനെ എന്ത് ചെയ്യുകയുണ്ടായി, വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് നടത്തിയ ഒരു രാജാവ്, ഒരു ഭരണാധികാരിയായിരുന്നു പഴശ്ശിരാജ. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ ചെറുത്തുനിൽപ്പുകളുടെ പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശി സമരങ്ങൾ. വടക്കേ മലബാറിലെ കോട്ടയം ഭാഗത്തു നിന്നുള്ള നികുതി പിരിക്കുന്നതിനുള്ള അവകാശം ആർക്കായിരുന്നു? പഴശ്ശിരാജയ്ക്കായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ എന്ത് ചെയ്തു, ആ നികുതി പിരിക്കാനുള്ള അവകാശം ബ്രിട്ടീഷുകാർ തടഞ്ഞതാണ്. അദ്ദേഹം ആർക്കെതിരെ തിരിയാനുള്ള പ്രധാന കാരണം, ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനുള്ള പ്രധാന കാരണം, അദ്ദേഹം വയനാടൻ കാടുകളൊക്കെ കേന്ദ്രീകരിച്ച് എന്ത് ചെയ്യുകയുണ്ടായി, ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോര് നടത്തിയത് ആരായിരുന്നു? പഴശ്ശിരാജയായിരുന്നു. ദ ആൻറ്റി ബ്രിട്ടീഷ് റിവോൾട്ട്സ് ഇൻ ട്രാവൻകൂർ വെയർ ലെഡ് ബൈ വേലുത്തമ്പി ദളവ. ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് വേലുത്തമ്പി ദളവയായിരുന്നു. ദ കോൺസ്റ്റന്റ് ഇൻ്റർവെൻഷൻ ഓഫ് ദ കമ്പനി ഇൻ ദ ഹോം അഫയേഴ്സ് ഓഫ് ട്രാവൻകൂർ ഹിൻഡഡ് ദ സ്മൂത്ത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദളവ. അതായത് ദളവയ്ക്ക് അദ്ദേഹത്തിനെതിരെ, ഈ ട്രാവൻകൂറിലെ ഭരണം നടത്തിയിരുന്നത് വേലുത്തമ്പി ദളവ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തിരുവിതാംകൂറിൽ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ, ദളവയുടെ ഭരണത്തിൽ നിരന്തരം ഇടപെടുകയും തടസ്സപ്പെടുത്തിയതൊക്കെ ചെയ്തതാണ് വേലുത്തമ്പി ദളവയെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ദിസ് വാസ് ദ മെയിൻ റീസൺ ഫോർ ഹിം ടു ടേൺ അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ഇതായിരുന്നു വേലുത്തമ്പി ദളവ അദ്ദേഹത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ, തിരുവിതാംകൂറിലെ ഭരണകാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെട്ടതോടുകൂടി എന്ത് ചെയ്യുക, അതിനെ എന്ത് ചെയ്യാനാണ്, പ്രൊട്ടസ്റ്റ് ചെയ്ത് എതിർത്തുകൊണ്ടാണ് അദ്ദേഹം ആർക്കെതിരെ തിരിയുന്നത്? ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്നത്. പാലിയത്തച്ചൻ ദ മിനിസ്റ്റർ ഓഫ് കൊച്ചി എക്സ്റ്റെൻഡഡ് ഹിസ് അസിസ്റ്റൻസ് ടു ദളവ. അങ്ങനെ ദളവയെ, കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ചനും എന്ത് ചെയ്തു, ദളവയെ അതിനു വേണ്ടിയിട്ട് സഹായിക്കുകയുണ്ടായി. ഇൻ ദ ഫേമസ് കുണ്ടറ പ്രൊക്ലമേഷൻ ഓഫ് 1809 ദളവ കോൾഡ് അപ്പോൺ ദ പീപ്പിൾ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. അങ്ങനെ എന്ത് ചെയ്യേണ്ടായി, 1809 കുണ്ടറയിൽ വെച്ച് ആർക്കെതിരെ പോരാടാൻ? ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ദളവ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. 1809 കുണ്ടറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ആരോട്? നമ്മുടെ ഇവിടെയുള്ള ജനങ്ങളോട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഈ വേലുത്തമ്പി ദളവ എന്ത് ചെയ്യുകയുണ്ടായി, പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഹൗവർ അങ്ങനെ എന്ത് ചെയ്തു, ഇതിനെതിരെ പോരാടാൻ
പറഞ്ഞു. ഇതിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, കുണ്ടറ പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ കുണ്ടറ വിളംബരം എന്നറിയപ്പെടുന്നത്. ഹവർ ഹി വാസ് ഡിഫീറ്റഡ് ബൈ ദ ബ്രിട്ടീഷ്. പക്ഷേ അദ്ദേഹത്തെ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യേണ്ടായി, അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. ബ്രിട്ടീഷുകാർ ആക്രമണം ശക്തിപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളെ പരാജയപ്പെടുത്തി. അപ്പോൾ എന്താണ്, ഈ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? വേലുത്തമ്പി ദളവയായിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ നിരന്തരമായി ഇടപെട്ടത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതെ വരികയും അദ്ദേഹം എന്ത് ചെയ്യുകയും ചെയ്തു, ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തു. കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛനും അദ്ദേഹത്തെ ഈ കാര്യങ്ങൾ എന്ത് ചെയ്തു, സഹായിച്ചു. അതുപോലെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടി വേലുത്തമ്പി ദളവ എന്ത് ചെയ്യേണ്ടായി, 1809 കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഇവിടുത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇതാണ് പ്രശസ്തമായ കുണ്ടറ പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ കുണ്ടറ വിളംബരം എന്നറിയപ്പെടുന്നത്. എന്നാൽ ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുകയുണ്ടായി, അവരുടെ ആക്രമണം ശക്തിപ്പെടുത്തി ആരുടെ നീക്കങ്ങളെ പരാജയപ്പെടുത്തി, വേലുത്തമ്പിയുടെ നീക്കങ്ങളെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇൻ 1857, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. വി ഹാവ് ലേൺഡ് അബൌട്ട് ദ ഐസൊലേറ്റഡ് റെസിസ്റ്റൻസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി കൺട്രി. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്, നമ്മുടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ ഒറ്റപ്പെട്ട ചെറുത്തുനിൽപ്പുകളെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം മനസ്സിലാക്കിയത്. പക്ഷേ എന്ത് ചെയ്യുകയുണ്ടായി, ദ ആർമി ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സപ്രസ്ഡ് ദം. അവയെല്ലാം തന്നെ ആരടിച്ചമർത്തുകയുണ്ടായി, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അടിച്ചമർത്തുകയുണ്ടായി. ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചെറുത്തുനിൽപ്പുകൾ അല്ലെങ്കിൽ ഓരോ ഭാഗത്തു നിന്നും എന്ത് ചെയ്യുകയുണ്ടായി, ധാരാളം ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായി. പക്ഷേ അവർ നമ്മെ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ സപ്രസ് ചെയ്യുകയാണ്, അടിച്ചമർത്തുകയാണ് ഉണ്ടായത്. ബൈ 1857 ഈവൻ പീപ്പിൾ ഹൂ വെയർ ലോയൽ ടു ദ കമ്പനി ടേൺഡ് അഗെയിൻസ്റ്റ് ദം. 1857 ഈ കമ്പനിയോട് തന്നെ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് തന്നെ കൂറു പുലർത്തിയിരുന്ന വിഭാഗങ്ങൾ പോലും ആർക്കെതിരെ തിരിയുകയുണ്ടായി, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ തിരിയുന്ന അവസ്ഥയുണ്ടായി. ദ ഇന്ത്യൻ സോൾജിയേഴ്സ് ഇൻ ദ ബ്രിട്ടീഷ് ആർമി എന്തെന്നാണ് അറിയപ്പെടുന്നത്, ശിപായിമാർ അല്ലേ. അപ്പോൾ ഇന്ത്യൻ സോൾജിയേഴ്സ് ഇൻ ദ ബ്രിട്ടീഷ് ആർമിയിലെ ഇന്ത്യൻ പട്ടാളക്കാർ, അതുപോലെ തന്നെ ആൻഡ് ദ കിങ്സ് ഹൂ ലോസ്റ്റ് ദെയർ hereditary rights as per the doctrine of lapse were the main leaders of revolt. അതുപോലെ തന്നെ ദത്തവകാശ നിരോധന നിയമം, ഡോക്ട്രീൻ ഓഫ് ലാപ്സിലൂടെ അവർക്ക് അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാർ ഇവരെല്ലാം ആർക്കെതിരെ തിരിഞ്ഞു, കമ്പനിക്കെതിരെ തിരിയുകയും എന്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു, അതായത് ഈ സമരത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. 1857 വിപ്ലവത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത് ഇവയൊക്കെയാണ്. ഇനി പ്രധാനപ്പെട്ടൊരു കാരണം വരുന്നേ ഉള്ളൂ. അതായത് 1857 കമ്പനിയോട് കൂറു പുലർത്തിയിരുന്ന വിഭാഗങ്ങൾ പോലും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ തിരിയുകയുണ്ടായി. അതുപോലെ കമ്പനി പട്ടാളത്തിലെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ പട്ടാളത്തിലെ നമ്മുടെ ഇന്ത്യൻ സൈനികർ, അവരെ ശിപായികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്, അവരും അതുപോലെ ഈ ദത്തവകാശ നിരോധന നിയമത്തിലൂടെ എന്ത് ചെയ്തു, അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും എല്ലാം ആർക്കെതിരെ തിരിയുകയുണ്ടായി, ഈ കമ്പനിക്കെതിരെ തിരിയുകയും അവരാണ് ഏറ്റവും കൂടുതലായി സമരങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയതും. Next, the living conditions of sepoys were miserable and they had to lead a hard life. അതായത് ബ്രിട്ടീഷ് പട്ടാളത്തിലുണ്ടായിരുന്ന, ബ്രിട്ടീഷ് ആർമിയിലുണ്ടായിരുന്ന ഇന്ത്യൻ ശിപ്പായിമാരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ദയനീയമായിരുന്നു, അല്ലെങ്കിൽ കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു. അവർ നയിച്ചിരുന്നത് എങ്ങനെയുള്ള ഒരു ലൈഫായിരുന്നു, ഹാർഡ് ലൈഫ്, വളരെ കഷ്ടപ്പാട് നിറഞ്ഞ അല്ലെങ്കിൽ ദുസ്സഹമായൊരു ജീവിതമാണ് അവർ നയിച്ചിരുന്നത്. ദ സിപ്പായിസ് വെയർ ഡിസപ്പോയിൻറ്റഡ് വിത്ത് ദ ഫോളോയിങ് കണ്ടീഷൻസ്. കുറച്ച് കാര്യങ്ങൾ അവരിൽ എന്തുണ്ടാക്കി, നിരാശയുണ്ടാക്കി. അത് ഏതൊക്കെ ഘടകങ്ങളാണെന്ന് നമുക്ക് നോക്കാം. അതായത് മേഗർ വേജസ്. എന്താണ് മേഗർ വേജസ് എന്ന് പറഞ്ഞാൽ, അവർക്ക് തുച്ഛമായ വേതനമാണ് ഇന്ത്യൻ പട്ടാളക്കാർക്ക് കൊടുത്തിരുന്നത്. രണ്ടാമത്തേത് പ്രൊലോങ്ഡ് വർക്കിംഗ് അവേഴ്സ്. എന്താണ്, ദീർഘനേരമുള്ള ജോലി. അവർക്ക് നിശ്ചിത സമയമില്ലായിരുന്നു, ഒരുപാട് സമയം എന്ത് ചെയ്യണമായിരുന്നു, തൊഴിലിൽ ഏർപ്പെടണമായിരുന്നു. ഡെനിയിങ് ലീവ്, എന്ത് കൊടുക്കില്ലായിരുന്നു അവർക്ക്, അവധിയില്ലായിരുന്നു. സ്ലേവ് ലൈക്ക് ട്രീറ്റ്മെൻറ്റ് ബൈ സുപ്പീരിയർ ഒഫീഷ്യൽസ്. അവർ മേലുദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്തിരുന്നു, അടിമകളോടെന്നുള്ള രീതിയിലാണ് ഇന്ത്യൻ പട്ടാളക്കാരോട് പെരുമാറിയിരുന്നത്. പുവർ ക്വാളിറ്റി ഫുഡ്. പിന്നെ അവർക്ക് ലഭിച്ചിരുന്ന ഭക്ഷണം എന്ന് പറയുന്നത് വളരെ
ക്വാളിറ്റി കുറഞ്ഞ മോശമായ ഭക്ഷണമായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ശിപായിമാർ, ഇന്ത്യൻ പട്ടാളക്കാർ ആർക്കെതിരെ തിരിയുന്നതിന്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ തിരിയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ എന്തൊക്കെയായിരുന്നു? വളരെ കുറഞ്ഞ വേതനം, കുറഞ്ഞ കൂലി, അതുപോലെ ഒരുപാട് നേരമുള്ള ദീർഘനേരമുള്ള ജോലി, അവർക്ക് എന്തില്ലായിരുന്നു? അവധി നൽകിയില്ലായിരുന്നു. അതുപോലെ അടിമകളെ പോലെ ഇട്ട് എന്ത് ചെയ്യുമായിരുന്നു? അടിമകളെ എന്ന പോലെ മേലുദ്യോഗസ്ഥന്മാർ ഇവരോട് വളരെ മോശമായി പെരുമാറിയിരുന്നു. അതുപോലെ ഇവർക്ക് നൽകിയിരുന്നത് വളരെ മോശമായ ഭക്ഷണവുമായിരുന്നു, പുവർ ക്വാളിറ്റി ഫുഡ്. ഇത്രയുമാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് ടിക്കിട്ട് പഠിച്ചോളണം. ഇത്രയുമാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ പട്ടാളക്കാർ ആർക്കെതിരെ തിരിയുന്നതിന്, ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത്. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ദ കമ്പനി സപ്ലൈഡ് എ ന്യൂ ടൈപ്പ് ഓഫ് എൻഫീൽഡ് റൈഫിൾ ടു ദി സിപ്പോയ്സ്. ഈ കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ അവരെന്തെല്ലായിരുന്നു? തൃപ്തരല്ലായിരുന്നു, അസംതൃപ്തരായിരുന്നു നമ്മുടെ പട്ടാളക്കാർ. ഈ അവസരത്തിലാണ് പട്ടാളക്കാർക്കിടയിൽ പുതിയ തരം റൈഫിൾ, ഒരു പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തത്. ഇനി എന്തായിരുന്നു അവയുടെ പ്രത്യേകത? There was a rumor that the cartridges to be used in this gun were greased with the fat of cows and pigs. പിന്നീട് എന്താണ്? ഈ തോക്കിൽ ഉപയോഗിക്കേണ്ട വെടിയുണ്ട, അല്ലേ, തിര എന്ന് പറയുന്നത് പ്രത്യേക സവിശേഷതകളുള്ളതായിരുന്നു. അതായത് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചാണ് ഇതിലെ തിരകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വാർത്ത കൂടി പ്രചരിക്കുകയുണ്ടായി. അനദർ റൂമർ വാസ് ദാറ്റ് ബ്രെഡ് സപ്ലൈഡ് ടു ദി സിപ്പോയ്സ് വാസ് മെയ്ഡ് ഫ്രം വീറ്റ് ഫ്ലോർ മിക്സഡ് വിത്ത് ബോൺ പൗഡർ. ഈ ശിപായിമാർക്ക് കഴിക്കാൻ കൊടുത്തിരുന്ന വീറ്റ് ഫ്ലവറിൽ, അതായത് ഗോതമ്പ് പൊടിയിൽ എന്തും കൂടി മിക്സ് ചെയ്തിരുന്നു എന്നാണ്, എല്ലുപൊടി കൂടി മിക്സ് ചെയ്താണ് ഇവർക്ക് കഴിക്കാൻ കൊടുത്തിരുന്ന റൊട്ടിയിൽ. ആ റൊട്ടിയിൽ എന്തുണ്ടായിരുന്നു? എല്ലുപൊടി കൂടി ചേർത്ത്, അങ്ങനെ ആ റൊട്ടി ഉണ്ടാക്കുന്ന എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണെന്ന വാർത്തയും പരക്കുകയുണ്ടായി, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാർത്ത കൂടി ഉണ്ടായി. ദിസ് പ്രൊവോക്ഡ് ദം ടു റിബൽ. ഇതാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്? ഇവരെ പ്രകോപിപ്പിച്ചത്. ഇവർക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാൻ, കലാപമുണ്ടാക്കാൻ ശിപായിമാരെ പ്രേരിപ്പിച്ച ഘടകമെന്ന് പറയുന്നത് എന്തായിരുന്നു? ഇങ്ങനെ ഇവർക്ക് കുറഞ്ഞ വേതനത്തിലും അതുപോലെ തന്നെ ഒരുപാട് നേരത്തെ ജോലി, അടിമകളോടൊന്നുള്ള പെരുമാറ്റം എന്ന പോലുള്ള പെരുമാറ്റം, മോശമായ ഭക്ഷണം, ഇതെല്ലാം സഹിച്ചു വരുന്ന സമയത്താണ് ഇവർക്ക് പുതിയ തരം ഒരു തോക്ക് നൽകുന്നതും ആ തോക്കിൽ നിറയ്ക്കുന്ന വെടിയുണ്ട അല്ലെങ്കിൽ തിര എന്ന് പറയുന്നത് പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പുകൾ കൊണ്ട് ഉണ്ടാക്കിയതെന്നായിരുന്നു. അപ്പോൾ പശു എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കും, അതുപോലെ പന്നിയുടെ കൊഴുപ്പെന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കും അന്നത്തെ കാലത്ത് നിഷിദ്ധമായിരുന്നു. അങ്ങനെ അവർ അതിനെതിരെ തിരിയുകയും അങ്ങനെയാണ് പിന്നെ ഇവർക്ക് റൊട്ടി ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടിയിൽ എല്ലുപൊടി മിക്സ് ചെയ്തതാണെന്ന്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഇന്ത്യയിൽ ഈ പട്ടാളക്കാരെ ആർക്കെതിരെ തിരിക്കുന്നത്? ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാനുള്ള കാരണം. ഇതവരെ പ്രകോപിപ്പിക്കുകയും അവർ കലാപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. അങ്ങനെ മംഗൽ പാണ്ഡെ വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ സോൾജിയർ ടു പ്രൊട്ടസ്റ്റ്. ഇതിനെ എതിർത്ത, അല്ലെങ്കിൽ ഇതിനെതിരെ ശബ്ദമുയർത്തിയ, പ്രതിഷേധിച്ച ആദ്യത്തെ പട്ടാളക്കാരൻ എന്ന് പറയുന്ന, സോൾജിയർ എന്ന് പറയുന്നത് ആരായിരുന്നു? മംഗൽ പാണ്ഡെ ആയിരുന്നു. ആൻ ഓർഗനൈസ്ഡ് റിവോൾട്ട് അഗെയിൻസ്റ്റ് ദ മിലിറ്ററി ഒഫീഷ്യൽ സ്റ്റാർട്ടഡ് ഇൻ മീററ്റ്. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? ഈ സൈനിക മേധാവികൾക്കെതിരെയൊക്കെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആദ്യമായി ആരംഭിക്കുന്നത് എവിടെയായിരുന്നു? മീററ്റിലായിരുന്നു. ദെൻ ദ സോൾജിയേഴ്സ് റീച്ച്ഡ് ഡൽഹി ആൻഡ് പ്രൊക്ലൈംഡ് ദ ലാസ്റ്റ് മുഗൾ റൂളർ ബഹദൂർ ഷാ സെക്കൻഡ് ആസ് ദ എംപറർ ഓഫ് ഇന്ത്യ. അങ്ങനെ എന്ത് ചെയ്യുകയാണ്? ഈ പട്ടാളക്കാർ ഡൽഹിയിലെത്തുകയും അവസാനത്തെ മുഗൾ രാജാവായ ബഹദൂർ ഷായെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുകയും ഉണ്ടായി. അങ്ങനെ ഈ കലാപങ്ങൾ മീററ്റിൽ പൊട്ടിപ്പുറപ്പെടുകയും ആ സമയത്ത് തന്നെ കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ട് അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ എന്ത് ചെയ്യുകയാണ്? ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കുകയാണ്. ദ റിവോൾട്ട് സ്പ്രെഡ് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് നോർത്ത് ഇന്ത്യ. അപ്പോൾ എന്ത് ചെയ്യുകയാണ്? ഉത്തരേന്ത്യയുടെ ഒരുപാട് പ്രദേശങ്ങളിലേക്ക്, വ്യത്യസ്തങ്ങളായ വിഭിന്നങ്ങളായ പ്രദേശങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ കലാപം വ്യാപിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ കലാപം മീററ്റിൽ മാത്രമായിരുന്നില്ല, ഉത്തരേന്ത്യയുടെ വടക്കേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും ലഹള പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി, വ്യാപിക്കുക ഉണ്ടായി.
The rules of princely states who had lost their power also joined the rebellion. ആരുകൂടി ഈ കലാപങ്ങളിൽ പങ്കെടുത്തു, അല്ലെങ്കിൽ ഈ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കാൻ ആരും ഉണ്ടായിരുന്നു? അവിടുത്തെ നാട്ടുരാജാക്കന്മാർ. അവർക്ക് അവിടെ അധികാരം നഷ്ടപ്പെട്ടല്ലോ. അവർക്ക് ഡോക്ട്രിൻ ഓഫ് ലാപ്സിലൂടെ അധികാരങ്ങൾ നഷ്ടപ്പെട്ട ഈ നാട്ടുരാജാക്കന്മാർ കൂടി ആരോടൊപ്പം ചേരുകയാണ്? ഈ സൈനികരോടും മറ്റുള്ളവരോടൊപ്പം ഈ കലാപത്തിലേക്ക് അവരോടൊപ്പം ചേരുകയുണ്ടായി. ദ റിവോൾട്ട് ഫർദർ സ്പ്രെഡ് ടു കാൺപൂർ, ലക്നൗ, അലഹാബാദ്, ഝാൻസി, ആര ആൻഡ് ഫൈസാബാദ്. എങ്ങോട്ടൊക്കെയാണ് ഈ കലാപം അല്ലെങ്കിൽ വിപ്ലവം വ്യാപിച്ചത്? അതായത് കാൺപൂർ, ലക്നൗ, അലഹാബാദ്, ഝാൻസി, ആര, ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ഈ കലാപം പടർന്നു പിടിക്കുകയുണ്ടായി. ദ റിവോൾട്ട് വാസ് ലെഡ് ബൈ നാനാ സാഹിബ് ആൻഡ് താന്തിയ തോപ്പെ ഇൻ കാൺപൂർ, റാണി ലക്ഷ്മിഭായി ഇൻ ഝാൻസി, ബീഗം ഹസ്രത് മഹൽ ഇൻ ലക്നൗ. അതുപോലെ ആരാണ്? മൗലവി അഹമ്മദുള്ള ഇൻ ഫൈസാബാദ് ആൻഡ് കൻവർ സിംഗ് ഇൻ ആര. ഇത്രയും പേരായിരുന്നു പല സ്ഥലങ്ങളിലായി. എവിടെയൊക്കെയായിരുന്നു? കാൺപൂരിൽ നാനാ സാഹിബ്, അതുപോലെ നാനാ സാഹിബും താന്തിയ തോപ്പെ, ഇവർ രണ്ടുപേരും, താന്തിയ തോപ്പയും നാനാ സാഹിബും കാൺപൂരിൽ എന്ത് ചെയ്തു? വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായി, ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ, അതുപോലെ ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ആരയിൽ കൻവർ സിംഗ്. ഇത്രയും പേരായിരുന്നു പല പ്രദേശങ്ങളിലായി, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി സമരത്തെ നയിച്ചത്. എന്നാൽ എന്താണ് സംഭവിച്ചത്? The company suppressed the revolt and Bahadur Shah II was expelled to റാങ്കൂൺ. റങ്കൂണിലേക്ക് എന്ത് ചെയ്യുകയുണ്ടായി? ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തുകയും ഈ കലാപത്തെ ആരടിച്ചമർത്തുകയും ചെയ്തു? ഈസ്റ്റ് ഇന്ത്യ കമ്പനി അടിച്ചമർത്തുകയും ചെയ്തു. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമനെ ഇവരെന്ത് ചെയ്തിരുന്നു? അവിടുത്തെ രാജാവായി ഡൽഹിയിലെത്തിയിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ഇന്ത്യയുടെ ചക്രവർത്തിയായി അവരോധിക്കുകയുണ്ടായി. പക്ഷേ ഇവർ പിന്നീട് പല സ്ഥലങ്ങളിലും കലാപങ്ങൾ പല സേനാനികളുടെ നേതൃത്വത്തിൽ നടത്തിയെങ്കിലും എന്ത് ചെയ്യുകയുണ്ടായി? ബ്രിട്ടീഷുകാർ ഈ വിപ്ലവങ്ങളെല്ലാം അടിച്ചമർത്തി, കലാപങ്ങളെയെല്ലാം അടിച്ചമർത്തുകയും ബഹദൂർ ഷാ രണ്ടാമനെ റങ്കൂണിലേക്ക് നാടുകടത്തുകയും ചെയ്തു. അപ്പോൾ 1857 ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുവാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ ആ കാരണങ്ങളിലേക്ക് വഴിവെച്ച സാഹചര്യങ്ങളും അതിലേക്ക് നേതൃത്വം നൽകിയ മംഗൽ പാണ്ഡെ, ബഹദൂർ ഷാ രണ്ടാമൻ, നാനാ സാഹിബ്, താന്തിയ തോപ്പെ, ബീഗം ഹസ്രത് മഹൽ, ഝാൻസി റാണി, ഇങ്ങനെ ഒരുപാട് പേരെന്ത് ചെയ്തിരുന്നു? ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തവരായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ എക്സാമിൻ്റെ റീസൺസ് ഫോർ ദ ഫെയിലുർ ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.